അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹാബത്തിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദൻ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ബഹുമാന്യരായ കാരണവന്മാരെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ ചുറ്റും നടക്കുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, നമ്മുടെ മക്കളുടെ പോക്കിനെ കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം നിരന്തരമായി ജാതിമത ഭേദമന്യേ, പാർട്ടി ഭേദമന്യേ, ആശയഭേദമന്യേ പരസ്പരം പങ്കുവെക്കുന്ന ചില പ്രയാസങ്ങളുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് തരത്തിലുള്ള തിന്മകൾ അത് വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു. ആർക്കും തിന്മയാണെന്ന വിഷയം തർക്കമില്ലാത്ത പലതും സമൂഹത്തിൽ വലിയ രൂപത്തിൽ വ്യാപിക്കുന്നു എന്ന ഒരു പ്രയാസം നമ്മൾ പരസ്പരം പങ്കുവെക്കാറുണ്ട്. അതിൽ ചിലത് നമ്മൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും, എല്ലാ തരത്തിലുള്ള ആളുകളും ഒരുപോലെ ഒരു അപകടകരമായ മാറ്റമായി, പ്രത്യേകിച്ച് പുതിയ തലമുറയിലെ വളരെ അപകടകരമായ മാറ്റമായി നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ചെറിയ കുട്ടികൾക്കിടയിലുള്ള ലഹരി ഉപയോഗം എന്ന് പറയുന്നത്. വളരെ ചെറുപ്പത്തിൽ തന്നെ, കൗമാരപ്രായം തുടങ്ങുന്ന കാലഘട്ടത്തിൽ തന്നെ, 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും തന്നെ കുട്ടികൾ ലഹരിക്കടിമപ്പെടുകയും അതിൻ്റെ അടിമകളായി അതില്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പുതിയ തലമുറ മാറുന്നു, യുവാക്കൾ മാറുന്നു എന്നുള്ള പ്രയാസം നമ്മൾ പങ്കുവെക്കാറുണ്ട്. ഇത് ഏതെങ്കിലും ഒരു മതത്തിൻ്റെയോ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെയോ പ്രയാസമല്ല, മറിച്ച് നമ്മളെല്ലാവരും, എല്ലാ പാർട്ടിക്കാരും, എല്ലാ മതക്കാരും, എല്ലാ ആശയക്കാരും ഒരുപോലെ പ്രയാസം പറയുന്ന ഒരു വിഷയമാണിത്. അതുപോലെ തന്നെ കുട്ടികൾക്കിടയിലും ചെറുപ്പക്കാർക്കിടയിലും ഉണ്ടാകുന്ന, അതുപോലെ തന്നെ പൊതുസമൂഹത്തിലും ഉണ്ടാകുന്ന മദ്യത്തോടുള്ള അമിതമായ ആസക്തി. അതുപോലെ തന്നെയാണ് വളരെ ചെറിയ കുട്ടികൾ തന്നെ നീല ചിത്രങ്ങൾക്കും അശ്ലീല രംഗങ്ങൾക്കും അത് ആസ്വദിച്ചുകൊണ്ട് അവരുടെ ജീവിതം തള്ളി നീക്കുന്ന, അതിനടിമപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന അവസ്ഥ. അതുപോലെ തന്നെ വളരെ ചെറിയ കുട്ടികൾ തന്നെ ഒരിക്കലും പറയരുതാത്ത, ഒരിക്കലും നമുക്ക് പറയുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ പറ്റാത്ത, ഒരു കുടുംബ സദസ്സിലോ അല്ലെങ്കിൽ 4 ആൾ കൂടുന്നിടത്തോ സംസാരിക്കാൻ പാടില്ലാത്ത പദപ്രയോഗങ്ങൾ ചെറിയ കുട്ടികൾ സംസാരിക്കുന്ന ഒരവസ്ഥ. ഞാനിതിങ്ങനെ ഓരോന്ന് വിശദീകരിച്ചു പറയുന്നില്ല. ഓരോന്ന് എണ്ണുമ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ചില ഉദാഹരണങ്ങൾ കടന്നു വരുന്നുണ്ടാകും, നമ്മുടെ മനസ്സിലേക്ക് ചില ചിന്തകൾ കടന്നു വരുന്നുണ്ടാകും. അതിനെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അതുപോലെ തന്നെയാണ് പ്രായമുള്ളവരോട്, അവരോടുള്ള ബഹുമാനമില്ലായ്മ. നമ്മൾ വലിയൊരു പ്രശ്നമായിട്ട് പാരൻസും അതുപോലെ തന്നെ രക്ഷിതാക്കളും അതുപോലെ അധ്യാപകരും എല്ലാവരും പങ്കുവെക്കുന്ന ഒരു കാര്യമാണ് മുതിർന്നവരോട് ബഹുമാനമില്ല, രക്ഷിതാക്കളോട് ബഹുമാനമില്ല, അതുപോലെ തന്നെ ടീച്ചർമാരോട് ബഹുമാനമില്ല. ടീച്ചറെ പണിയെടുത്ത് പോയാൽ മതി, അല്ലാതെ ഇങ്ങോട്ട് ഉപദേശിക്കാൻ വരണ്ട, ഇങ്ങോട്ട് സംസാരിക്കാൻ വരണ്ട, ഇങ്ങോട്ട് ഞാനെന്ത് ചെയ്യണമെന്ന് പറയാൻ വരണ്ട എന്ന് പറയുന്ന കുട്ടികൾ ഇപ്പോഴുണ്ടാകുന്നു എന്നുള്ളത് അധ്യാപന രംഗത്തുള്ള എല്ലാവർക്കുമുള്ള ഒരു അനുഭവമാണ്. പ്രിയമുള്ളവരെ, ഇത്തരം മാറ്റങ്ങളെ കുറിച്ച് ഞാൻ കുറച്ചെണ്ണം എണ്ണിയെന്ന് മാത്രം. ഈ മാറ്റങ്ങൾ ഇത് യാദൃശ്ചികമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇതൊക്കെ വളരെ റാൻഡമായി, ഒന്നുമില്ലാതെ പെട്ടെന്ന് അങ്ങനെ ഒരു ഒഴുക്കിന്റെ ആ ഒരു ഭാഗമായി ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് പുതിയ തലമുറയിൽ ഉണ്ടാകുന്ന ഈ മാറ്റങ്ങൾ എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ഇനി പറയുന്ന ചില കാര്യങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതൊരിക്കലും തന്നെ നാം മനസ്സിലാക്കേണ്ടത്, ഇതൊരിക്കലും തന്നെ യാദൃശ്ചികമായി ശൂന്യതയിൽ നിന്നുണ്ടാകുന്ന മാറ്റങ്ങളല്ല. ഇതിന് കൃത്യമായ ചില ആശയ അടിത്തറകൾ ഉണ്ട് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അതാണ് ഞാൻ ഇന്ന് വളരെ ചുരുങ്ങിയ രൂപത്തിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ലിബറലിസം എന്ന ആശയം. നമ്മൾ പലപ്പോഴും ഈ ലിബറലിസം എന്നൊക്കെ കേൾക്കുമ്പോൾ വലിയ കുറെ ബുദ്ധിജീവികൾ സംസാരിക്കുന്ന, അല്ലെങ്കിൽ അക്കാദമിക ലോകത്ത് മാത്രം സംസാരിക്കുന്ന കുറെ കാര്യമായി മനസ്സിലാക്കരുത്. എന്താണ് ലിബറലിസം എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെ ആ രൂപത്തിൽ തന്നെ അഭിമുഖീകരിക്കുവാനും അതിനെ തടയുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ. എന്താണ് ലിബറലിസം എന്ന് പറഞ്ഞാൽ? അതിന്റെ വലിയ ജാർഗണുകളിലേക്ക് ഞാൻ പോകുന്നില്ല. വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു വ്യക്തിയുടെ അവകാശങ്ങളാണ് ഏറ്റവും പ്രധാനം.
വളരെ സിമ്പിളായിട്ട് ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ മതി, ബാക്കിയുള്ളത് കേട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഒരു വ്യക്തിയുടെ അവകാശങ്ങളാണ് ഏറ്റവും പ്രധാനം. അതിനപ്പുറത്തേക്കുള്ളതിനെ മറ്റ് സമൂഹത്തിന്റെ വിഷയങ്ങൾ, ധാർമ്മികമായ കാര്യങ്ങൾ, മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രത്തിന്റെ കാര്യങ്ങൾ, ഇതൊക്കെ രണ്ടാമതേ വരുള്ളൂ. ഒരു വ്യക്തിയാണ് ഏറ്റവും പ്രധാനം. ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം, ഒരു വ്യക്തിയുടെ അവകാശങ്ങൾ, ഇതിനാണ് ഏറ്റവും പ്രധാനം എന്നുള്ളതാണ് ലിബറലിസം മുന്നോട്ട് വെക്കുന്ന ആശയം. നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ വളരെ സുന്ദരമായ, വലിയ കുഴപ്പമൊന്നുമില്ലാത്തൊരു ആശയമായിട്ട് തോന്നും അല്ലെ? ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം, ഒരു വ്യക്തിയുടെ അവകാശം, ഇതൊക്കെ നമ്മളും വളരെ നല്ലൊരു കാര്യമായി മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വ്യക്തികൾക്ക് തീർച്ചയായും സ്വാതന്ത്ര്യമുണ്ട്, വ്യക്തികൾക്ക് തീർച്ചയായും അവകാശങ്ങളുണ്ട്. പക്ഷേ അതിന് ചില നിയന്ത്രണങ്ങൾ ഉണ്ട് എന്നതാണ് ഇത്രയും കാലം മനുഷ്യകുലം മുന്നോട്ടു പോയതിന്റെ അടിസ്ഥാനം. ഒരു പരിധിയുമില്ലാത്ത, ഒരു പരിമിതിയില്ലാത്ത സ്വാതന്ത്ര്യം ഇവിടെ സാധ്യമല്ല. കാരണം എന്താന്ന് ചോദിച്ചാൽ, മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ്. കൊണ്ടും കൊടുത്തും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചൊക്കെ മനുഷ്യന് ജീവിക്കാൻ പറ്റുള്ളൂ. ഇല്ലാതെ ഒരു ഒറ്റത്തടിയായിട്ട് ഒരാൾക്കും ഈ ലോകത്ത് ജീവിക്കാൻ സാധ്യമല്ല. എന്നാൽ ലിബറലിസം ഇവിടെ ചെയ്യുന്ന എന്താന്ന് ചോദിച്ചാൽ, അതൊക്കെ തന്നെയാണ്, മനുഷ്യൻ സാമൂഹ്യ ജീവിയൊക്കെ തന്നെയാണ്. എന്നാലും സമൂഹത്തോടുള്ള ബാധ്യതയും മറ്റു കാര്യങ്ങളൊക്കെ സെക്കൻഡറി ആയിട്ടേ വരുന്നുള്ളൂ. ഒരു വ്യക്തി അവൻ ഇഷ്ടപ്പെടുന്ന എന്തും ചെയ്യാൻ അവന് സ്വാതന്ത്ര്യമുണ്ട്. ഇതാണ് ആ ആശയത്തിന്റെ അടിസ്ഥാനം. ഇനി ഞാൻ പറയുന്ന കുറച്ച് ഡയലോഗുകൾ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ സാധിക്കും. ആ ഡയലോഗുകൾ ഇത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ, നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് ആലോചിച്ചാൽ മതി. ഒന്ന്, എൻ്റെ ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. എവിടെയെങ്കിലും കേട്ട് പരിചയമുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? നമ്മളോട് നമ്മുടെ മക്കൾ പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ആലോചിച്ചാൽ മതി. മൈ ബോഡി മൈ ചോയ്സ്, മൈ ലൈഫ് മൈ റൂൾസ് അല്ലെ? ചിലപ്പോ പുതിയ തലമുറയിലുള്ള ആളുകൾ ഉണ്ടെങ്കിൽ വളരെ സുപരിചിതമായ ഒരു വാചകമാണിത്. അതുപോലെ തന്നെ തെറ്റും ശരിയൊക്കെ ഓരോരുത്തരുടെ കാഴ്ചപ്പാടല്ല, അത് ഓരോരുത്തർ ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചോട്ടെ. അതേപോലെ തന്നെ ഒരാളുടെ സ്വകാര്യതയിൽ, അയാളുടെ സ്വകാര്യതയിൽ, പ്രൈവസിയിൽ എന്തോ ചെയ്തോട്ടെ, നമുക്കെന്താ. അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിൽ രാഷ്ട്രമോ കുടുംബമോ മതമോ ഒന്നും ഇടപെടാൻ പാടില്ല. ഈ ഡയലോഗുകൾ നമ്മൾ കേട്ടിട്ടുണ്ടോ? നമ്മൾ വളരെ ലാഘവത്തോടു കൂടി അതിനെ കേട്ട് മുന്നോട്ട് പോയിട്ടുണ്ടോ? എങ്കിലറിയുക, ഈ ഡയലോഗുകൾ നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നത് ഈ ആശയമാണ്. ലിബറലിസം എന്ന ആശയമാണ് നമ്മളെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നത്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ലിബറലിസം എന്നുള്ള ആശയം നമ്മളിപ്പോ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ചില ആൾക്കാർ പറയും, അതിന് ഞാൻ ലിബറലിസത്തിന്റെ ക്ലാസ്സിനൊന്നും പോയിട്ടില്ലല്ലോ, എൻ്റെ മക്കൾ ലിബറലിസം പഠിക്കാൻ പോയിട്ടില്ലല്ലോ. ഇല്ല, പഠിക്കാൻ ആരും പോയിട്ടില്ല എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ അപകടം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇതാരും ക്ലാസ് എടുത്ത് പഠിപ്പിക്കുന്ന ആശയങ്ങളല്ല. മറിച്ച് നമ്മൾ കാണുന്ന TV ചാനലുകൾ, നിരന്തരമായി കാണുന്ന ചർച്ചകൾ, അതിൽ വരുന്ന പരസ്യങ്ങൾ, സിനിമകൾ, അതുപോലെ തന്നെ വെബ് സീരീസുകൾ, റീലുകൾ, ഷോർട്ടുകൾ, ഇതിലെല്ലാം അടങ്ങിയിരിക്കുന്ന പൊതുവായ ആശയമാണ് ലിബറലിസം. ഒരാളും നിങ്ങളോട് വ്യക്തിയുടെ അവകാശങ്ങളാകുന്നു പരമം, സമൂഹത്തിൻ്റെതൊക്കെ പിന്നെ വരുന്നുള്ളൂ, സെക്കൻഡറി ആണ് എന്നൊന്നും ആരും ക്ലാസ് എടുത്ത് തരൂല. മറിച്ച് നിരന്തരമായി സിനിമകളിലൂടെയും വെബ് സീരീസുകളിലൂടെയും ഷോർട്ടുകളിലൂടെയും റീലുകളിലൂടെയും ഈ പറഞ്ഞ ആശയം നിരന്തരമായി നമ്മുടെ തലയിലേക്ക് ഫീഡ് ചെയ്യും. അപ്പൊ നമ്മുടെ തലയിൽ തന്നെ എന്ത് വരും? ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം, അതാണ് ഏറ്റവും പ്രധാനം. ഒരു വ്യക്തിയുടെ പ്രൈവസിയിലേക്ക് വേറെ ആരും ഇടപെടാൻ പാടില്ല, അല്ലെങ്കിൽ അവിടെ ധാർമ്മികത പറയാൻ പാടില്ല. ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിനപ്പുറത്തേക്ക് നമ്മൾ നന്മയും തിന്മയും പറയാൻ പാടില്ല, അവിടെ മതം ഇടപെടാൻ പാടില്ല. ഇങ്ങനെയുള്ള കുറെ ആശയങ്ങൾ നമ്മൾ അറിയാതെ നമ്മുടെ തലയിലേക്ക് കയറുന്നു. നമ്മൾ അതിനനുസരിച്ച് ചിന്തിക്കുന്നു. ആ ചിന്തയുടെ ഭാഗമായി വരുന്ന ഡയലോഗുകളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഡയലോഗുകൾ. ഈ പറഞ്ഞ ഡയലോഗുകളെല്ലാം ആ സിനിമയും നോവലും സീരിയലും അതുപോലെ തന്നെ വെബ് സീരീസുകളും ഷോർട്ടുകളും റീലുകളും കണ്ട് നമ്മളറിയാതെ ലിബറലിസം എന്ന ആശയം നമ്മുടെ തലയിലേക്ക് കയറിയതിന്റെ പ്രോഡക്റ്റ് ആണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഈ ഒരു ലിബറലിസം, ശരി, ഇത്രയും നേരം പറഞ്ഞതൊക്കെ ഓക്കെ, ഇങ്ങനെയുള്ള ലിബറലിസം ഒക്കെ സിനിമയിലൂടെ ഒക്കെ വരുന്നുണ്ട്. എന്നാലിപ്പോ എന്താ, അതുകൊണ്ടിപ്പോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന ഒരു ചിന്ത ഒരു പക്ഷേ നമുക്കുണ്ടായേക്കാം. അവിടെയാണ് വളരെ പ്രാധാന്യത്തോടു കൂടി ശരി നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഈ ലിബറലിസം എന്ന ആശയം അത് നടപ്പിലാക്കിയ, അത് ഏറ്റവും കൂടുതൽ സമൂഹത്തിൽ നടപ്പിലായ, എല്ലാ നിലക്കും നടപ്പിലായ സ്ഥലങ്ങളിൽ എന്ത് സംഭവിച്ചു, എന്താണ് ആ ലിബറലിസം ഈ ലോകത്തോട് ചെയ്തത്, മാനവരാശിയോട് ചെയ്തത് എന്ന പരിശോധന നമുക്ക് നടത്തി നോക്കാം. അല്ലെ, പലപ്പോഴും പുതിയ തലമുറ പറയുന്ന ഒരു ന്യായമാണ് ഇവിടെ
ഇവിടെ ഒന്നും തീരെ സ്വാതന്ത്ര്യമില്ല, ഇവിടെ ജീവിക്കാൻ കൊള്ളൂല. അതൊക്കെ അങ്ങ് യൂറോപ്പിൽ, അല്ലെ? അതൊക്കെ അങ്ങ് യൂറോപ്പിൽ. പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ട്, ഒരു ഏക കാരണമാണ് ഞാൻ പറയുന്നില്ല, പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ യുവത്വം ഇവിടുന്ന് പെട്ടിയും കിടക്കയും എടുത്ത് യൂറോപ്പിലേക്ക്, കാനഡയിലേക്ക്, UK വണ്ടി കയറുന്നതിന്റെ പല കാരണങ്ങളിൽ ഒരു കാരണം യഥാർത്ഥത്തിൽ ഈ ചിന്തയും കൂടിയാണ്. ഇവിടെയുള്ള വിദ്യാഭ്യാസ രീതികളും അല്ലെങ്കിൽ ഇവിടെയുള്ള ജോലി സാധ്യതകളും അതൊക്കെ അതിന്റെ ഭാഗം തന്നെയാണ്. പക്ഷേ അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം ഈ ഒരു കാര്യം കൂടിയാണ്. ഇവിടെ ഒന്നും തീരെ സ്വാതന്ത്ര്യമില്ല. അതൊക്കെ അങ്ങ് യൂറോപ്പിൽ ഈ ലിബറൽ ആശയങ്ങൾ അത് നടപ്പിലാക്കി അവിടെ ഭയങ്കര സ്വാതന്ത്ര്യം. അതൊരു സ്വർഗമാണ്. അത് ഈ ലോകത്ത് തന്നെ നമുക്കൊരു സ്വർഗം സൃഷ്ടിക്കാൻ പറ്റുമെങ്കിൽ അതാണ് യൂറോപ്പ്. അവിടേക്ക് നമുക്ക് പോകണം, അവിടെ ജീവിക്കണം എന്ന് സ്വപ്നം കാണുന്ന യുവത്വം നമുക്കിടയിലുണ്ട്. കാരണം എന്താ? ആ സ്വപ്നം കാണുന്നതിന് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ചിന്തിക്കുന്ന യൂറോപ്പ് ഇതാണ്, അല്ലെ? ശരിയാണ്, യൂറോപ്പിൽ വലിയ രൂപത്തിൽ വികസനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അവിടെ വലിയ കെട്ടിടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് നടന്നിട്ടുണ്ട്. പല രൂപത്തിലും നല്ല രൂപത്തിൽ ജീവിക്കാൻ ആവശ്യമായ ഹെൽത്ത് ഫെസിലിറ്റിയും അതുപോലെ തന്നെ റോഡുകളും കെട്ടിടങ്ങളും എല്ലാ കാര്യങ്ങളും അവിടെ നല്ല രൂപത്തിലുണ്ട്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ അവിടെ ഇതെല്ലാമുള്ള അവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്, അവിടെയുള്ള സംസ്കാരം. ഈ ലിബറലിസം നടപ്പിലാക്കപ്പെട്ട അല്ലെങ്കിൽ ആ ലിബറലിസത്താൽ പ്രചോദിതമായിട്ടുള്ള ഒരു സമൂഹമാണ് അവിടെയുള്ളത്. ആ സമൂഹത്തിന്റെ അവസ്ഥ എന്താണ്? നമ്മൾ ഈ പുറത്ത് കാണുന്ന ഈ പുറമോടി ഉണ്ടല്ലോ, നമ്മൾ സാധാരണ പറയാറുണ്ട് ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ. ഒരു പുസ്തകത്തെ നിങ്ങൾ അതിന്റെ കവർ വെച്ചിട്ട്, അതിന്റെ പുറംചട്ട വെച്ചിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ജഡ്ജ് ചെയ്യാൻ പാടില്ല നമ്മൾ പറയാറുണ്ട്. അതേപോലെ യൂറോപ്പിനെ ഈ കെട്ടിടങ്ങൾ വെച്ചിട്ട് ആ രൂപത്തിൽ മനസ്സിലാക്കുന്ന ആളുകൾ യൂറോപ്പിന്റെ ചില കാണാത്ത കാഴ്ചകൾ കൂടി കാണേണ്ടതുണ്ട്. ഞാനിത് പറയുന്നത് യൂറോപ്പ് എന്ന് പറയുന്ന ആ പ്രദേശത്തെ അല്ലെങ്കിൽ ആ സ്ഥലത്തെയോ പറ്റി പറയാനല്ല, മറിച്ച് അവിടെ നടപ്പിലാക്കപ്പെട്ട ലിബറലിസം എന്ന ആശയത്തെ കുറിച്ച് പറയാനാണ്. നിങ്ങൾക്ക് ഒരു രംഗം സ്ക്രീനിൽ കാണാൻ സാധിക്കും. യൂറോപ്പിന്റെ ചില തെരുവുകൾ, സാൻ ഫ്രാൻസിസ്കോ എന്ന് പറയുന്ന ഈ പറഞ്ഞ എല്ലാ സ്വാതന്ത്ര്യവും, പൂത്തുലയുന്ന സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ എല്ലാ അവകാശങ്ങളും എല്ലാം ഈ പറയുന്നത് പോലെ സ്വപ്നലോകത്തെന്നതുപോലെ നടപ്പിലാക്കപ്പെട്ട സാൻ ഫ്രാൻസിസ്കോയുടെ ചില തെരുവുകൾ, യൂറോപ്പിന്റെ പല തെരുവുകളുടെ ഒരു ഉദാഹരണം നിലനിൽക്ക് അത് BBC തന്നെ ഡോക്യുമെന്ററി ആയി പുറത്തിറക്കിയ ചില രംഗങ്ങൾ നിങ്ങൾ ആദ്യം കണ്ടോളൂ. Lies a humanitarian disaster. We have had, more. Every day, on average, 2 people die from a drugs overdose here. In December, Mayor London Breed called for a state of emergency in a notorious district. There is a lot of open drug use. I mean, it just happened literally right now, right here. Urban Alchemy aims to get drug dealers off the streets and helps addicts find a way to drug services. Good morning, good morning. You okay? We about to come through and clean up, okay? Who all want coffee? Let's go. How you doing, brother? We immediately came across a street with so many people doing fentanyl, it was hard to get by. Can I ask what you're smoking, sir? Fentanyl. Fentanyl. The local drug dealers had delivered the fentanyl about half an hour before we arrived. Some were openly taking it on the street, seemingly unworried about the police. There you go. There you go. Seeing this firsthand is pretty shocking. He trying to make it up. There you go. Got it, bro? You got it, bro? Fentanyl was developed as a pain medication. Its use as a recreational drug, though, has exploded due to its low cost. It's 100 times stronger than morphine, and even a tiny quantity can kill. Yeah, this is like this every day. Every day. And you think it's... There's evidence of drug use everywhere. There go 1 that's been used, 2, 3, these are pulled out a needle. As we were filming, അപ്പോ ഇതൊരു ഉദാഹരണം മാത്രമാണ്. നമ്മൾ പറഞ്ഞ സ്വാതന്ത്ര്യം പൂത്തുലയുന്ന എല്ലാ നിലക്കുമുള്ള വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ പാരമ്യത്തിലേക്ക് എത്തിയ യൂറോപ്പിന്റെ തെരുവുകൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നം അതെന്താ? ലഹരിയുടെ ഉപയോഗം കൊണ്ട് ആ തെരുവുകളിൽ ആടിയാടി നടക്കുന്ന, അതുപോലെ തന്നെ അവിടെ എല്ലാം മറന്ന് അവിടെ കിടന്നുറങ്ങുന്ന അത്തരത്തിൽ ബോധം കെട്ട ഒരു യുവത യൂറോപ്പിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന
ഒരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അവിടെയുള്ള മേയർ, ഇതിന്റെ ഡോക്യുമെന്ററി പൂർണ്ണമായിട്ട് കാണുമ്പോൾ അവിടെയുള്ള മേയറൊക്കെ വലിയ പ്രയാസത്തോടു കൂടി സംസാരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇത് ഒരു സ്ഥലത്ത് മാത്രമല്ല, ഒരുപാട് സ്ഥലങ്ങളിൽ യൂറോപ്പിന്റെ വലിയൊരു യാഥാർത്ഥ്യമായി കൊണ്ട് ഈ ഡ്രഗ് അബ്യൂസ് എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കുന്നു. അവിടെ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ വിചാരിക്കും പല സ്ഥലങ്ങളിലും അങ്ങനെ ഉണ്ടാവുമല്ലോ, പല സ്ഥലത്തും ലഹരി ഉപയോഗം കൂടുകയും കുറെയൊക്കെ ചെയ്യല്ലോ, പിന്നെ യൂറോപ്പിനെ മാത്രം പറയാൻ എന്താ? പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഈ യൂറോപ്പിലുള്ള ഈ ലഹരി ഉപയോഗത്തെ തടയാൻ നമുക്ക് മുന്നിൽ മാർഗങ്ങളില്ല. കാരണം യൂറോപ്പിനെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത് ഒരു വ്യക്തി അവന്റെ സ്വകാര്യതയിൽ മറ്റാരെയും ഉപദ്രവിക്കാതെ എന്തും ചെയ്തോട്ടെ, അതിലാരും ഇടപെടരുത് എന്നുള്ളതാണ്. അതാണ് ലിബറലിസം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണല്ല, ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് പരമം. അതിൽ മറ്റൊരാളും കൈകടത്താൻ പാടില്ല, അതിൽ മറ്റൊരാളും ഇടപെടാൻ പാടില്ല. അത് രാഷ്ട്രമാകട്ടെ, നിയമങ്ങളാകട്ടെ, മതങ്ങളാകട്ടെ, കുടുംബങ്ങളാകട്ടെ, ആരും ഇടപെടാൻ പാടില്ല. അതുകൊണ്ട് തെരുവുകളിൽ ലഹരി ഉപയോഗിച്ചുകൊണ്ട് എല്ലാം മറന്ന് കിടക്കുന്ന യുവത്വത്തോട് പോയി പറയാൻ പറ്റൂല ഇത് തെറ്റാണെന്ന്. കാരണം അവൻ പറയും, എന്തിനാ നീ എന്റെ കാര്യത്തിൽ ഇടപെടാൻ വരുന്നത്? അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സ് അല്ലേ, ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യമല്ലേ, അതിൽ മറ്റാരും ഇടപെടരുത് എന്നല്ലേ നമ്മൾ പഠിച്ചത്. പിന്നെ എങ്ങനെ നിങ്ങൾ എതിർക്കും? ഇത് വലിയൊരു ചോദ്യമാണ്. ഇവിടെയാണ് ലിബറലിസം മാനവരാശിയോട് ചെയ്തതെന്ത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു തെറ്റിനെയും തെറ്റാണെന്ന് പറയാൻ, അത് സാമൂഹികമായി വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നതാണെങ്കിൽ കൂടി അതിനെ തെറ്റാണെന്ന് പറയാൻ നമ്മുടെ മുമ്പിൽ മാർഗങ്ങളില്ല. കാരണം അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അതിലാരും ഇടപെടാൻ പാടില്ല. മതം ഇടപെടരുത്, രാഷ്ട്രം ഇടപെടരുത്, നിയമങ്ങൾ ഇടപെടരുത്, ഭരണകൂടങ്ങൾ ഇടപെടരുത്. മാത്രമല്ല, സാൻ ഫ്രാൻസിസ്കോയെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് കൂട്ടിയോജിപ്പിക്കാൻ നേരത്തെ ഇവിടെ ഡോക്ടർ ഷഹബാസ് കെ അബ്ബാസ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെ. LGBTQIA+ ഗേ മൂവ്മെന്റുകൾ, ഈ ഗേ മൂവ്മെന്റുകളുടെ തലസ്ഥാനമായി കൊണ്ടാണ് ഈ തെരുവ് അറിയപ്പെടുന്നത്. സാൻ ഫ്രാൻസിസ്കോ ആണ് ഗേ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത്. ലോകത്തിന്റെ സ്വവർഗാനുരാഗ തലസ്ഥാനമായി അറിയപ്പെടുന്നതും ഈ തെരുവുകളാണ്. അവിടെയുള്ള അവസ്ഥ എന്താന്ന് ചോദിച്ചാൽ, ഈ സ്വവർഗാനുരാഗം കൊണ്ട് നേരത്തെ പറഞ്ഞു പോയിട്ടുണ്ടാകും, ഈ സ്വവർഗാനുരാഗം കൊണ്ട് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും, പലതരത്തിലുള്ള ലൈംഗിക രോഗങ്ങൾ. അതിൻ്റെയൊക്കെ കൂടെ വലിയൊരു പ്രശ്നമാണ് എയ്നൽ ഇൻകണ്ടിനൻസി പോലെയുള്ള അവസ്ഥകൾ. എന്താന്ന് ചോദിച്ചാൽ, ഇവർ ചെയ്യുന്ന പ്രകൃതി വിരുദ്ധമായിട്ടുള്ള സ്വാഭാവികമായ ലൈംഗിക ബന്ധത്തിന് അപ്പുറത്തുള്ള ചില കാര്യങ്ങളാണ് ഇവർ ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവരുടെ മലം പുറത്തു വരുന്ന ഭാഗം അത് ലൂസാവും. കാരണം ഇവർ അങ്ങനെയുള്ള പ്രവൃത്തിയാണ് ചെയ്തെന്നുള്ളത് കൊണ്ട്. അതുകൊണ്ട് സംഭവിക്കുന്ന ഒരു ഹെൽത്ത് കണ്ടീഷനാണ് എയ്നൽ ഇൻകണ്ടിനൻസി എന്ന് വെച്ചാൽ, പച്ചയായി പറഞ്ഞാൽ മലം തടയാൻ പറ്റാത്ത അവസ്ഥ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ടോയ്ലറ്റിൽ പോകണമെന്ന് നമുക്ക് വിചാരിക്കുമ്പോൾ അപ്പൊ തന്നെ അത് പുറത്തേക്ക് വരൂല. കാരണം അത് നമ്മൾ എപ്പോഴാണോ വിചാരിക്കുന്ന ആ സമയത്ത് വരിക. പക്ഷേ ഇവർ ഈ പ്രവൃത്തി ചെയ്യുന്നത് കൊണ്ട്, സ്വവർഗരതി ചെയ്യുന്നത് കൊണ്ട് അവർക്ക് ആ സ്ഫിങ്ക്റ്റർ ലൂസാവും, എയ്നൽ സ്ഫിങ്ക്റ്റർ എന്ന് പറയും. എന്നിട്ടോ ഇവർക്ക് മലം പിടിച്ചു വെക്കാൻ പറ്റൂല. എന്നിട്ടോ വലിയ ആളുകൾ, വലിയ പുരുഷന്മാർ അവർ പാഡ് വെച്ചുകൊണ്ടാണ് നടക്കുന്നത് ഈ തെരുവുകളിൽ. അങ്ങനെ ആ പാഡ് ഉപയോഗിച്ചതും ആ പാഡ് വലിച്ചെറിഞ്ഞതുമായ മലമുള്ള മനുഷ്യ മലം കൊണ്ട് വികൃതമായിട്ടുള്ള ഒരു തെരുവായി സാൻ ഫ്രാൻസിസ്കോ പോലെയുള്ള യൂറോപ്പിന്റെ തെരുവുകൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള അവസ്ഥകൾ. ഇങ്ങനെയുള്ള ഒരുപാട്, അവിടെ എന്തെങ്കിലും ഇടപെടാൻ പറ്റുമോ? നിങ്ങൾ ഇങ്ങനെ ചെയ്യല്ലേ, ഇത് നിങ്ങൾക്ക് ആരോഗ്യകരമായ പ്രശ്നം ഉണ്ടാക്കുന്നു മാത്രമല്ല ചുറ്റുമുള്ള ആളുകൾക്കും ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം അത് ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമല്ലേ, അത് ഓരോരുത്തരുടെ സ്വകാര്യതയല്ലേ. സ്വവർഗരതി തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. ലഹരി തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. ഇതാണ് ഈ ഒരു സമൂഹത്തിന്റെ യാഥാർത്ഥ്യം എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഇത് ഞാൻ പറഞ്ഞു, ഏതെങ്കിലും ഒരു തെരുവിന്റെയോ ഏതെങ്കിലും ഒരു സ്ഥലത്തിന്റെയോ അവസ്ഥയല്ല, മൊത്തം കുട്ടികളുടെ അവസ്ഥ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. 61% 2016 2020 എത്തുമ്പോഴേക്ക് ചെറിയ കുട്ടികളിൽ ഉണ്ടാകുന്ന ഡ്രഗ് അബ്യൂസ് കൂടിയിട്ടുള്ളത്. 62%, 22% of teenagers in 12th grade have abused alcohol. +2 എത്തിയിട്ടുള്ള 62% കുട്ടികളും എന്ത് ചെയ്തിട്ടുണ്ട്? ആൽക്കഹോള് അബ്യൂസ് ചെയ്തിട്ടുണ്ട്. 50% of teenagers have misused a drug at least once. ഒരു തവണയെങ്കിലും ഈ 50%, പകുതിയോളം കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഡ്രഗ് ഉപയോഗിച്ചിട്ടുണ്ട് ഒരു തവണയെങ്കിലും എന്നുള്ളതാണ്. ടീനേജേഴ്സ് ആയിട്ടുള്ള ആളുകൾ, വലിയ ആളുകളുടെ കാര്യമല്ല. അപ്പോ ഇവിടെ എന്താ പ്രശ്നം? നമുക്ക് തടയാൻ പറ്റൂല. കാരണം ഇതിന്റെ അന്തർലീനമായിട്ടുള്ള ആശയം അത് ലിബറലിസം ആണ്.
അത് ഓരോ വ്യക്തിയുടെയും സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ആശയമാണ്. ഇത് മാത്രമല്ല, ഇത് നമ്മൾ പൊതുവെ യൂറോപ്പിനെ കുറിച്ച് പറയുമ്പോൾ അടുത്ത ഒരു പ്രശ്നമായിട്ട് വരുന്നത്, നമ്മുടെ നാട്ടിൽ ഒക്കെ ശരിയായിക്കോ അവിടെ ലിബറലിസം ഒക്കെ ഉണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ കുറെ ആളുകൾക്ക് ലൈംഗിക ദാരിദ്ര്യമുണ്ട്. അതൊന്നും ഇല്ലാത്ത വളരെ സുന്ദരമായ ഒരു ലോകമാണ് യൂറോപ്പ്. കാരണം അവിടെ എന്ത് ചെയ്യുന്നുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അവിടെ അത്ര ഇവിടെ ഉള്ളതുപോലെയുള്ള വസ്ത്രധാരണോ അങ്ങനെയൊന്നും ഇല്ലാതെ തന്നെ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, വളരെ സുന്ദരമായി ജീവിക്കുന്നുണ്ട്. സ്ത്രീകളൊക്കെ ഈ പറയുന്ന രൂപത്തിലുള്ള വസ്ത്രധാരണം ഒന്നും ഇല്ലാതെ ജീവിച്ചിട്ടും ഒരു കുഴപ്പവും യൂറോപ്പിലില്ലല്ലോ. നമ്മുടെ നാട്ടിൽ കുറെ ലൈംഗിക ദാരിദ്ര്യം ഉള്ളത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ എന്ന് ചിന്തിക്കുന്ന ആളുകളുമുണ്ട്. അവരോട് ഞാൻ ചില പഠനങ്ങൾ കാണിക്കുകയാണ്. ഒരു പഠനം, റിസർച്ച് ഫൈൻഡ് ദാറ്റ് 97% ഓഫ് വുമൺ ഇൻ ദ UK ഹാവ് ബീൻ സെക്ഷുവലി ഹറാസ്ഡ്. പഠനമാണ്. UK-യിലുള്ള, ഇംഗ്ലണ്ടിലുള്ള 97% സ്ത്രീകളും ഒരു തവണയെങ്കിലും എന്ത് ചെയ്തിട്ടുണ്ട്, ലൈംഗികമായ എന്തെങ്കിലും തരത്തിലുള്ള ഹറാസ്മെന്റുകൾ നേരിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഏകദേശം 18 to 24% ആ ഒരു പ്രായത്തിലുള്ള ഏകദേശം 97% സ്ത്രീകളും ഒരു തവണയെങ്കിലും അത്തരത്തിലുള്ള പീഡനങ്ങൾക്ക് വിധേയരായിട്ടുണ്ട്. അതേപോലെ തന്നെ ബസ്സുകളിൽ, പബ്ലിക് ട്രാൻസ്പോർട്ടുകളിൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് തരത്തിലുള്ള പഠനങ്ങൾ. വലിയ രൂപത്തിൽ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ ഇത്തരത്തിലുള്ള പീഡനങ്ങൾക്കും പ്രയാസങ്ങൾക്കും ഇരയാകുന്നു എന്നുള്ള പഠനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇനി നിങ്ങൾ ഒരു സംസാരം കൂടി കേൾക്കുക, യൂറോപ്പിന്റെ ലൈംഗിക ദാരിദ്ര്യത്തെക്കുറിച്ചും ലൈംഗികതയെക്കുറിച്ചുള്ള യൂറോപ്പിന്റെ വളരെ വിശാലമായ ചില കാഴ്ചപ്പാടുകളെ കുറിച്ചും ഒരു നമ്മൾ തന്നെ കാണുന്ന ചില ചാനലുകളിൽ വന്നിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുക. പോലെ തന്നെ നമ്മുടെ നാട്ടിൽ കാണാത്ത ഒരുപാട് കാര്യങ്ങൾ അവിടെ കാണാം. അവിടെ ഓൾഡ് സ്ട്രീറ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രീറ്റ് ഉണ്ട്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഏതാണ്ട് ഒരു റെഡ് സ്ട്രീറ്റ് എന്ന് പറയുന്നതിന് തുല്യമാണ്. ചുവന്ന തെരുവ് എന്ന് നമുക്ക് പറയുന്ന പോലെയാണ് അവിടെ ഓൾഡ് സ്ട്രീറ്റ് എന്നുള്ളത്. അപ്പോൾ അത് കാണാനായിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ നടന്നിങ്ങനെ പോയി. ഇപ്പോൾ കാണുന്ന എന്താ കാഴ്ച എന്താ അറിയോ, അതിന്റെ വഴിയുടെ ഒരു കനാലിന്റെ 2 സൈഡിലൂടെയാണ് നടക്കേണ്ടത്. അതിലെ ഒരു സൈഡിലൂടെ ഞങ്ങൾ വലതേ വശത്തൂടെ അങ്ങോട്ടകത്തോട് ഉള്ളിലോട്ട് പോയി. പോകുമ്പോഴെല്ലാം കാണുന്നത് ഇതിന്റെ സൈഡിലെല്ലാം വലിയ കണ്ണാടിപ്പെട്ടികൾ നിർത്തിയേക്കാണ് കേട്ടോ. അതിനകത്ത് അണ്ടർ ഗാർമെന്റ്സ് അത്യാവശ്യം മാത്രം ധരിച്ചേക്കുന്ന ചെറുപ്പക്കാരികളായ സുന്ദരികൾ, അവരെ സ്പെസിമെൻ പോലെ ഇങ്ങനെ വെച്ചേക്കും, വലിയ കണ്ണാടി കൂട്ടി വെച്ചേക്കാണ്. അതിനടുത്ത് അകത്തോട്ട് കയറിപ്പോകാൻ വഴിയുണ്ട്. അതായത് ആവശ്യക്കാർ അതിൽ കയറിപ്പോക്കണം. അപ്പൊ ഇതാണ് ഓരോരുത്തരെ തിരഞ്ഞെടുത്തിട്ട്. അപ്പൊ ഇത് പരസ്യമായിട്ട് ഇതുപോലെ അവരെ ഇങ്ങനെ വെച്ചേക്കാണ്. അവിടെ അവർ നിൽക്കുന്നു, ഓരോ പോസ്റ്റിൽ നിന്ന് കാണിക്കുകയൊക്കെ ചെയ്യും നടന്നു പോകുമ്പോൾ. അങ്ങനെയുള്ള ഏതാണ്ട് ഒരു 10-20 എണ്ണത്തോളം ഞങ്ങൾ കണ്ടു നടന്നു പോയപ്പോൾ. പിന്നെ ഞങ്ങൾ മറുകരയിൽ വന്നു. മറുകര ചെറിയ ബ്രിഡ്ജുകളുണ്ട് ഇടയ്ക്കിടയ്ക്ക് ക്രോസ് ചെയ്യാൻ. അതിലൊരു മറുകര വന്നു. മറുകര വന്ന് ഇങ്ങോട്ട് വരുമ്പോഴെന്താണെന്നറിയാം, അവിടെ എല്ലാം സെക്സ് എഡ്യൂക്കേഷൻ, നല്ല രീതിയിൽ ഇതിന്റെ വിദ്യാഭ്യാസം കൊടുക്കുന്ന സെക്സ് ടൂൾസ് ഉണ്ട്. അതുപോലെ തന്നെ സെക്സ് മ്യൂസിയംസ് ഉണ്ട് ധാരാളം. ഇതൊക്കെയാണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇതെല്ലാം വലിയ ഒഫൻസ് അല്ലേ. അപ്പൊ അതാ ഞാൻ പറഞ്ഞ, അവിടെ ഒഫൻസ്, കുറ്റകൃത്യങ്ങൾ അവിടെ കുറയും. കാര്യം അവരുടെ കാഴ്ചപ്പാട് വേറെയാണ്. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ കുറ്റകൃത്യങ്ങൾ കുറയുമ്പോൾ ജയിലുകളുടെ എണ്ണം കുറയും. കാരണം ജയിലിലിടാൻ ആള് വേണ്ടേ? കുറ്റം ചെയ്താലല്ലേ ജയിലിൽ പോകാൻ പറ്റൂ. കുറ്റം ചെയ്യണമെങ്കിൽ ഒരു കുറ്റം ആദ്യം വേണ്ടേ? അപ്പോൾ ക്രൈംസിന്റെ എണ്ണം അവിടെ കുറയാൻ കാരണം പലപ്പോഴും അവിടെ നിന്നും ക്രിമിനൽസ്, നമ്മുടെ അർത്ഥത്തിലുള്ള ക്രിമിനൽസ് ഇല്ലാത്തത് കൊണ്ടല്ല, നേരെ മറിച്ച് പലതും ക്രിമിനൽ കുറ്റങ്ങളല്ലാതായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതാണ്. അപ്പോ ഇത് മറ്റൊരു യാഥാർത്ഥ്യം അല്ലെ. നമ്മൾ പൊതുവെ പറയും, നമ്മൾ പൊതുവെ വിചാരിക്കുന്നതാണ് അല്ലെ, യൂറോപ്പില് അവിടെ ലൈംഗിക ദാരിദ്ര്യവും ഇങ്ങനെയുള്ള തുറിച്ചുനോട്ടങ്ങളും ഒന്നുമില്ല. കാരണം എന്താ, അവരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീയെ അവർ ഏത് രൂപത്തിലാണ് കാണുന്നത് എന്നുള്ളതിന്റെ ചെറിയൊരു ഉദാഹരണം മാത്രം കണ്ടത്. എന്താ, ചില്ലും കൂട്ടിൽ നമ്മൾ തൃശ്ശൂർ സൂല് പോയിട്ടില്ലേ, അവിടെ കുരങ്ങനുണ്ടാകും, അതുപോലെ തന്നെ സിംഹം ഉണ്ടാവും. അതൊക്കെ നമ്മളിങ്ങനെ കണ്ടിങ്ങനെ ആസ്വദിച്ചിങ്ങനെ പോകും. ഇതേപോലെ ചില്ലും കൂട്ടിൽ പെണ്ണിനെ വെച്ച് ആ പെണ്ണിന്റെ ശരീരം ആസ്വദിച്ച് മുന്നോട്ട് പോകുന്ന അത്തരത്തിലുള്ള തെരുവുകളുള്ള യൂറോപ്പ്, ഇത് നമ്മൾ പുറത്ത് കാണുന്ന യൂറോപ്പിന്റെ മോടികളിൽ ഇത് നമുക്ക് കാണൂല. മറിച്ച് ഇതൊരു യാഥാർത്ഥ്യമാണ് അല്ലെ. നമ്മൾ ബലാത്സംഗങ്ങളുടെ കണക്കെടുത്ത് നോക്കിയാൽ നമുക്ക് ആഗോള മാപ്പ് എടുത്ത് നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കും. ഇതാ കണ്ടില്ലേ, ഇതില് കുറച്ചുകൂടി
ഡാർക്ക് കളറുകളിലുള്ളത് കുറച്ച് കൂടുതൽ റേപ്പ് നടക്കുന്നതിന്റെ കണക്കുകളൊക്കെ അവിടെ ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. എവിടെയാണ് എന്ന് മാപ്പ് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അമേരിക്കൻ, യൂറോപ്യൻ, സ്കാൻഡിനേവിയൻ രാജ്യങ്ങളുടെ ഭാഗത്ത് നല്ല ഡാർക്ക് ഇങ്ങനെ കാണാൻ പറ്റും. എന്തേ കാരണം? നമ്മൾ പറയുന്ന യൂറോപ്പ് വളരെ സ്വതന്ത്രമായ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ പറുദീസയായിട്ടുള്ള ഭൂമിയിലുള്ള സ്വർഗമായിട്ടുള്ള യൂറോപ്പ് ആണെങ്കിൽ എന്തേ ഇങ്ങനെ കണക്കുകൾ വരുന്നത്? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പുറത്ത് കാണുന്നത് പോലെയല്ല അകത്തുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചില കണക്കുകൾ കൂടി നമുക്ക് പരിശോധിച്ചു നോക്കാം. ഇത് ഞാൻ കാണിക്കുന്ന 2 രാജ്യങ്ങളാണ്, ഉദാഹരണത്തിന് എടുക്കുന്നതാണ്. നമ്മൾ പൊതുവെ മതരാജ്യങ്ങളെ കുറിച്ചൊക്കെ വലിയ പ്രശ്നം പറയാറുണ്ട് അല്ലെ. അതിന്റെ ഒരു ഉദാഹരണമായിട്ട് സൗദി അറേബ്യ എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക രാജ്യത്തെ എടുക്കാം. നമ്മൾ ഈ പറയുന്ന സ്വാതന്ത്ര്യത്തിന്റെ പറുദീസയായിട്ടുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അമേരിക്കനെ എടുക്കാം അല്ലെ. അതില് നിങ്ങൾ പരിശോധിച്ചു നോക്കുക, ക്രൈം ലെവലുകൾ, അതുപോലെ തന്നെ ബർഗർ റിലീസ്, അതുപോലെ തന്നെ അതായത് കെട്ടിടങ്ങളിലേക്ക് കയറി ചെന്നുകൊണ്ട് നടത്തുന്ന ക്രൈമുകൾ, അതിന്റെ മാത്രം പെർസെന്റേജ് എടുത്ത് നോക്കിയാൽ സൗദി അറേബ്യയിൽ 0.1 ആണെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റിൽ 714.4 ആണ്. എന്ന് വെച്ചാൽ 7144 ടൈംസ് അധികമാണ് അവിടെയുള്ള ക്രൈം. പൊതുവെയുള്ള ക്രൈം ലെവൽസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇരട്ടിയോളമാണ് സൗദി അറേബ്യയിൽ ഉള്ളതിനേക്കാൾ ക്രൈം അവിടെ. അതുപോലെ തന്നെ ഡ്രഗ് അബ്യൂസിന്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ഇങ്ങനെ കുറ്റകൃത്യങ്ങൾ എടുത്തു നോക്കിയാൽ, അതിന്റെ കണക്കുകൾ പരിശോധിച്ചു നോക്കിയാൽ, നമ്മൾ ഈ പറയുന്ന സ്വർഗരാജ്യമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിന്റെ പറുദീസയായിട്ടുള്ള ഇത്തരം രാജ്യങ്ങളിൽ അത് വളരെയധികം കൂടുതലാണ് എന്നുള്ളതും മതരാജ്യങ്ങളിൽ വളരെ കുറവാണെന്ന് പറയാം. ഇത് ഞാൻ കഴിഞ്ഞ നമ്മുടെ ജനകീയ വിചാരണകളിലും ഡയലോഗുകളിലൊക്കെ ഇത്തരത്തിലുള്ള ചില കണക്കുകൾ പറഞ്ഞപ്പോ ചില ആളുകൾ താഴെ കമന്റായിട്ട് പറഞ്ഞു അതിനൊരു കാരണമുണ്ട്. കാരണം എന്താ? അമേരിക്കയിൽ ജുഡീഷ്യറി ഒക്കെ ഭയങ്കര സംഭവമാണ്. അവിടെ തെറ്റ് ചെയ്ത് അപ്പൊ തന്നെ പിടിക്കും. എന്നാൽ ഈ കണക്കുകൾ അതിന്റെ കൂടെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ജുഡീഷ്യൽ സിസ്റ്റം അതിൽ സൗദി അറേബ്യയും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയും ഏകദേശം ഒരേപോലെയാണ്. കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുന്നതിലും അതുപോലെ തന്നെ അതിനെ പണിഷ് ചെയ്യുന്നതിലും സൗദി അറേബ്യയും യുണൈറ്റഡ് സ്റ്റേറ്റ്സും ഒരേപോലെയാണ്. അങ്ങനെ ഒരേപോലെ ഉള്ളതിനെ നമ്മൾ കമ്പയർ ചെയ്തത്. എന്നിട്ടും 7000-ലധികം ടൈംസ് അധികം, ചിലതരത്തിലുള്ള ക്രൈമുകൾ അധികം, റേപ്പ് അതിന്റെ കണക്കുകൾ നമുക്ക് പരിശോധിച്ചാൽ കാണാൻ സാധിക്കും, അത്രയും അധികം. എന്തുകൊണ്ടിത്? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ ഈ പറയുന്ന പുറമോടിയിലുള്ള തൊലിപ്പുറത്തുള്ള സ്വാതന്ത്ര്യത്തിനും അവകാശങ്ങൾക്കും അതിനൊക്കെ അപ്പുറത്ത് ചില യാഥാർത്ഥ്യങ്ങൾ ഉണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിന് ഏറ്റവും പ്രാധാന്യത്തോടു കൂടി നാം മനസ്സിലാക്കേണ്ടത് യൂറോപ്പിന്റെ ചരിത്രം പറയുമ്പോൾ അവിടെ നടന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് സെക്ഷൽ റെവല്യൂഷൻ എന്നുള്ളത്. ലൈംഗിക വിപ്ലവം എന്ന് പറയും. ഇത് നടന്നിട്ടുള്ള 1960-നും 70-നും ഇടയിലാണ്. നമ്മൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, നമ്മുടെയൊക്കെ ഈ കേരളത്തിൽ അടക്കമുള്ള കോളേജുകളിൽ ഈ അടുത്ത് ചില ഫ്ലക്സുകളും ചില ബോർഡുകളും ഉയർന്നിരുന്നു. ദിസ് പ്ലാനറ്റ് നീഡ്സ് എ സെക്ഷൽ റെവല്യൂഷൻ. ഒരു ലൈംഗിക വിപ്ലവം ഇവിടെ ആവശ്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നാടുകളിൽ, നമ്മുടെ കലാലയങ്ങളിൽ, നമ്മുടെ മക്കൾ പഠിക്കുന്ന കലാലയങ്ങളിൽ ചില ഡയലോഗുകൾ ഉയർന്നിരുന്നു. ശരി, നമുക്ക് പരിശോധിച്ചു നോക്കാം എന്താണ് സെക്ഷൽ റെവല്യൂഷൻ, എന്താണ് അതുകൊണ്ട് ഉണ്ടായത് നമ്മൾ പരിശോധിച്ച് നോക്കാം. ഈ സെക്ഷൽ റെവല്യൂഷൻ എങ്ങനെ ഉണ്ടായതെന്ന് ചോദിച്ചാൽ അത് ഒറ്റയടിക്ക് ഉണ്ടായതല്ല, മറിച്ച് നമ്മൾ ഈ പറയുന്ന ലിബറലിസവും ഫെമിനിസവും അത്തരത്തിലുള്ള ആശയങ്ങൾ യൂറോപ്പിൽ വ്യാപകമാവുകയും പെട്ടെന്ന് ചില മാറ്റങ്ങൾ യൂറോപ്പിൽ സംഭവിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ അത്രയും കാലം യൂറോപ്പ് ഈ പറഞ്ഞതുപോലെ ഒന്നും ആയിരുന്നില്ല. നേരത്തെ വിശദീകരിക്കപ്പെട്ട അജ്മൽ ഫൗസാന്റെ സംസാരത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, വളരെ പ്രാകൃതരായ ഒരു ജനവിഭാഗമായിരുന്നു യൂറോപ്പ്. പിന്നെ ചില ശാസ്ത്ര കണ്ടുപിടുത്തങ്ങളിലൂടെയൊക്കെ, അതായത് ഇസ്ലാമിക ലോകത്ത് നിന്നുള്ള ചില കണ്ടുപിടുത്തങ്ങൾ അവിടേക്ക് എത്തുകയും അവർ പിന്നെ റിനൈൻസൻസിന് വിധേയരാകുകയൊക്കെ ചെയ്ത അത്തരത്തിലുള്ള ചരിത്രമൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായി മുന്നോട്ട് പോയ യൂറോപ്യൻ സമൂഹത്തിൽ പെട്ടെന്നാണ് ലിബറലിസവും ഫെമിനിസവും, നമ്മളൊക്കെ ഫെമിനിസത്തെ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. ചില ആളുകളൊക്കെ വിചാരിച്ചത് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന വളരെ നിഷ്കളങ്കമായ ഒരു ആശയമാണ് ഫെമിനിസം എന്നൊക്കെ മനസ്സിലാക്കിയ ആളുകളുണ്ട്. അല്ല, സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കണം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സ്ത്രീകൾ എന്തെങ്കിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ആ പ്രയാസങ്ങൾ ഇല്ലാതാക്കാൻ സാമൂഹികമായി അതിൽ ഇടപെടണം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ ഫെമിനിസം എന്നുള്ളത് ഒരു കൃത്യമായ ഐഡിയോളജിയാണ്. ലിബറലിസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ചില ഐഡിയോളജിയാണ് ഫെമിനിസം എന്ന് പറയുന്നത്. അപ്പോ ഈ ഫെമിനിസവും ലിബറലിസവും എല്ലാം യൂറോപ്പിൽ എന്തുണ്ടാക്കി? ചില സെക്ഷൽ റെവല്യൂഷൻ ഉണ്ടാക്കി. അതിനുശേഷമാണ് നമ്മൾ ഇന്ന് കാണുന്ന രൂപത്തിൽ യൂറോപ്പ് മാറിയത്. അതിനു മുമ്പ് ഇത്രയും നാണം കെട്ട രൂപത്തിലുള്ള പുരോഗമനം യൂറോപ്പിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ നമ്മൾ പരിശോധിച്ചു നോക്കുക,
ഈ ലിബറലിസവും ഫെമിനിസവും ഉണ്ടാക്കിയിട്ടുള്ള ഈ പുരോഗമനത്തിന്റെ സെക്ഷൽ റവല്യൂഷന് ശേഷം യൂറോപ്പിൽ എന്താണ് സംഭവിച്ചത് എന്ന ചില കണക്കുകൾ മാത്രം പരിശോധിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്താണ് സംഭവിച്ചത്? ഈ സമൂഹത്തെ തന്നെ കുട്ടിച്ചോറാക്കുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായി സംഭവിച്ചത്. അതിൽ ഏറ്റവും പ്രധാനം സമൂഹത്തിന്റെ ബേസിക് യൂണിറ്റ് ആയിട്ടുള്ള കുടുംബം തകർക്കുക എന്നുള്ളതാണ്. ആ കുടുംബം തകരുന്നതിന്റെ ഉദാഹരണമായി നമുക്ക് കാണാൻ സാധിക്കും ഈ സെക്ഷൽ റവല്യൂഷൻ, ലൈംഗിക വിപ്ലവം സംഭവിച്ച ആ വർഷം അല്ലെ, അവിടെ നടന്നിട്ടുള്ള വിവാഹമോചനങ്ങളുടെ വിഷയത്തിൽ പെട്ടെന്ന് അങ്ങോട്ടൊരു ഒരു കുത്തനെയുള്ള ഉയർച്ച ഉണ്ടാവുകയാണ്. 1960-നും 70-നും 80-ന്റെയും കാലഘട്ടത്തിൽ ഈ സെക്ഷൽ റവല്യൂഷൻ നടന്നതിന് ശേഷമുള്ള കാര്യത്തിൽ സംഭവിച്ച കാര്യം ഒറ്റയടിക്ക് വിവാഹമോചനങ്ങൾ കൂടാൻ തുടങ്ങി. എന്ന് വെച്ചാൽ കുടുംബം ശിഥിലീകരിക്കപ്പെടാൻ തുടങ്ങി. അതുപോലെ തന്നെ 2 parent ഹൗസ് ഹോൾഡ് ഇൻ ഡിക്ലൈൻ എന്ന് വെച്ചാൽ അച്ഛനും അമ്മയുമുള്ള കുട്ടികളുടെ എണ്ണം കുറയാൻ തുടങ്ങി. എന്നുവെച്ചാൽ ഒരു വീട്ടിൽ ഒരു കുട്ടിക്ക് അച്ഛനും അമ്മയും ഉണ്ടാവുക എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അങ്ങനെയാണല്ലോ പൊതുവെ. അത് ഉണ്ടാവാത്തൊരവസ്ഥ. കാരണം എന്താ? ഒന്നുകിൽ ഡൈവോഴ്സ് ആയിട്ടുണ്ടാകും, അല്ലെങ്കിൽ സിംഗിൾ പാരന്റ്ഹുഡ് എന്ന് പറയുന്ന സിംഗിൾ മദറോ അല്ലെങ്കിൽ സിംഗിൾ പാരന്റോ ആയി ആ രൂപത്തിലുള്ള അവസ്ഥ കൂടാൻ തുടങ്ങി. കാരണം എന്താ? ഒന്നുകിൽ ഡൈവോഴ്സ് ആയിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഈ പറഞ്ഞ രൂപത്തിലുള്ള സ്വവർഗരതിയും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വ്യാപകമായി അച്ഛനും അമ്മയും കുട്ടിക്കില്ലാത്തൊരവസ്ഥ, അച്ഛനും അമ്മയും കൂടി ഇല്ലാത്ത ഒരു അവസ്ഥ അത് നമുക്ക് ഏകദേശം കാണാൻ സാധിക്കും. 1960-കളുടെ സമയത്ത് 87% കുട്ടികൾക്കും അച്ഛനും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ വെറും 2010 എത്തുമ്പോഴേക്ക് അത് 69% കുറഞ്ഞിപ്പത് ഇങ്ങനെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇതൊക്കെ വളരെ നിഷ്കളങ്കമായ, ആരെയും ബാധിക്കാത്ത ചില കാര്യങ്ങളാണെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, കുടുംബം എന്ന സമൂഹത്തിന്റെ ബേസിക് യൂണിറ്റിനെ തകർത്ത് തരിപ്പണാക്കിയിട്ട് ഇതൊക്കെ നിർക്കുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് പുസ്തകങ്ങൾ പോലും രചിക്കപ്പെട്ടു അല്ലെ. ഫാദർലെസ് അമേരിക്ക, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ തന്തയില്ലാത്ത അമേരിക്ക എന്ന പുസ്തകങ്ങൾ പോലും രചിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായി. കാരണം എന്താ? കുട്ടികൾക്ക് തന്തയില്ല. ആ രൂപത്തിൽ കുടുംബം ശിഥിലീകരിക്കപ്പെട്ടു പോയി, അനാഥകൾ ഉണ്ടായി. അതിന്റെ കാരണം എന്താ? ഓരോരുത്തരും ഓരോ യൂണിറ്റുകളാണ്, ഓരോ ഇൻഡിവിജ്വലുകളാണ്, അതിൽ ആരും ഇടപെടേണ്ടതില്ല. ഇവിടെ ഈ കുടുംബം എന്നൊക്കെ പറയുന്നത് മനുഷ്യനെ നിയന്ത്രിക്കാൻ മതങ്ങൾ ഉണ്ടാക്കിയ ചില സംവിധാനങ്ങളാണ്. അതിനെ തകർത്തു തരിപ്പണമാക്കിയെങ്കിൽ മാത്രമേ ഇവിടെ വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ടാവുള്ളൂ, ഇവിടെ സ്ത്രീക്ക് വിമോചനം ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യൂറോപ്പിനെ തന്തയില്ലാത്ത അമേരിക്കയാക്കി മാറ്റിയത് ആരാ? ലിബറലിസമാണ് അല്ലെ. ഇതൊക്കെ പറയുമ്പോൾ യൂറോപ്പിലേതോ കഥയാണെന്ന് വിചാരിക്കേണ്ടതില്ല. നമ്മുടെ നാട്ടിൽ ഈ അടുത്തു മാത്രം ഇറങ്ങിയ സിനിമകളെ മാത്രം പരിശോധിച്ച് നോക്കി നമുക്ക് കാണാൻ സാധിക്കും അല്ലെ. കുടുംബം എന്ന് പറയുന്ന യൂണിറ്റിനെ തന്നെ തകർത്ത് തരിപ്പണാക്കുന്ന, അതൊന്നും ആവശ്യമില്ല. വിവാഹം എന്ന് പറയുന്ന ആവശ്യമില്ല എന്ന് പറയുന്നത് നമ്മുടെ പുതിയ തലമുറയിലേക്ക് അത്തരത്തിലുള്ള ചിന്തകൾ ഇൻജക്ട് ചെയ്യുന്ന സിനിമകൾ ഇപ്പൊ വ്യാപകമാണ് അല്ലെ. ചെറിയ പ്രായത്തിലുള്ള ആളുകൾ വിവാഹം വേണ്ട എന്ന് പറയുന്നത് യാദൃശ്ചികമാണ് നിങ്ങൾ വിചാരിക്കണ്ടോ? ഇല്ല, അങ്ങനെയല്ല. മറിച്ച് കുടുംബം എന്നത് മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന് വിലങ്ങാണ് എന്നും അതിനെ തകർക്കലാണ് ഏറ്റവും വലിയ സാമൂഹ്യ പ്രവൃത്തിയെന്നും വിശ്വസിക്കുന്ന ലിബറലുകളും ഫെമിനിസ്റ്റുകളും അവരുണ്ടാക്കി വിടുന്ന അജണ്ടകൾ സിനിമകളിലൂടെ, വെബ് സീരീസുകളിലൂടെ, ഇൻസ്റ്റഗ്രാമിലൂടെ അത് ഫീഡ് ചെയ്യപ്പെട്ടിട്ട് അത്തരത്തിലുള്ള ഡയലോഗുകൾ വരുന്നത്. അതിനെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറയാനുള്ളത്. അതുപോലെ തന്നെ അബോർഷനുകൾ അല്ലെ. കുട്ടി ജനിക്കുക എന്ന് പറയുന്ന ഒരു പ്രയാസാണ്, കുട്ടി ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു പ്രയാസാണ്. അപ്പോ ഏതുവരെയും ചോദിച്ചാൽ പല ഫെമിനിസ്റ്റ് ചിന്തകരൊക്കെ വിശദീകരിച്ചിട്ടുള്ള എന്താന്ന് ചോദിച്ചാൽ, ഒരു ഇത്തിൽ കണ്ണി അതുണ്ടാകുന്നത് എത്ര ഇടങ്ങേറാണ്. അതേപോലെ ആണ് നമ്മുടെ വയറ്റിൽ വളരുന്ന ഒരു കുട്ടി. അതിനെ നമുക്ക് എന്ത് ചെയ്യാം? ആ ഇത്തിൽ കണ്ണിയെ ഒഴിവാക്കുന്നത് പോലെ നമുക്ക് എന്ത് ചെയ്യാം? അബോർട്ട് ചെയ്യാം, ഗർഭചിത്രം നടത്താം, അല്ലെങ്കിൽ പച്ചയായി പറഞ്ഞാൽ നമുക്കതിനെ കൊന്നുകളയാം. അതൊരു കുഴപ്പമില്ല, അത് ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് എന്ന വലിയ രൂപത്തിലുള്ള ക്യാമ്പയിനുകൾ യൂറോപ്പിൽ നടന്നു. അതിലൂടെ എന്താ ഉണ്ടായത്? നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഈ ഒരു 1970-നും 80-നും ആ ഒരു കാലഘട്ടത്തിൽ ഒറ്റയടിക്ക് അബോർഷന്റെ റേറ്റ് അത്രയും കൂടുകയാണ്, അബോർഷനുകളുടെ റേറ്റ് അത്രയും കൂടുകയാണ്. പിന്നെ ഈ ആശയത്തിനെതിരെ തന്നെ യൂറോപ്പിൽ വലിയ രൂപത്തിലുള്ള അവരിൽ നിന്ന് തന്നെയുള്ള പ്രതികരണങ്ങൾ ഉണ്ടായപ്പോൾ അത് കുറച്ചൊന്ന് കുറക്കാൻ പിന്നീട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. അപ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ വിവാഹത്തിലൂടെ അല്ലാതെ കുട്ടികൾ ഉണ്ടാകുന്ന ഒരവസ്ഥ.
ഒരു കുടുംബത്തിലല്ലാതെ കുട്ടി ജനിക്കുന്ന ഒരു അവസ്ഥ അത് പരിശോധിച്ച് നോക്കിയാൽ നമ്മൾ ഈ പറയുന്ന ഫ്രാൻസും അതുപോലെയുള്ള സ്വീഡനും ഡെൻമാർക്കും പോലെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് നോക്കുക. ഫ്രാൻസിൽ കുടുംബത്തിലല്ലാതെ അച്ഛനും അമ്മക്കും അല്ലാതെ ജനിച്ച കുട്ടികളുടെ പേഴ്സൻറ്റേജ് നോക്കുക, 60%. ആകെ ജനിക്കുന്ന കുട്ടികളിൽ 60% വിവാഹത്തിലൂടെ അല്ലാതെ ജനിക്കുന്ന ഒരു അവസ്ഥയുടെ അത്തരത്തിലുള്ള ഒരു സമൂഹത്തിന്റെ അവസ്ഥയെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. എന്തായിരിക്കും അതിന്റെ ഒരു സ്ഥിതി എന്നുള്ളത്. ഇത് ഏതെങ്കിലും ഒരു രാജ്യം മാത്രമല്ല, നമ്മൾ ഈ പറയുന്ന സ്വർഗരാജ്യങ്ങൾ എന്ന് പറയുന്ന യൂറോപ്പിലെ മിക്ക രാജ്യങ്ങളും ഈ ലിസ്റ്റിൽ നമുക്ക് വളരെ കൃത്യമായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതൊക്കെ ഉണ്ടായിക്കോട്ടെ, എന്നാലും ഒരു മനുഷ്യന് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുമോ? ഇല്ല. സൂയിസൈഡ് റേറ്റുകൾ, ആത്മഹത്യാ റേറ്റുകൾ അത് ഓൾ ടൈം ഹൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. യൂറോപ്പിൽ ഓൾ ടൈം ഹൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ രൂപത്തിൽ ആത്മഹത്യകൾ വലിയ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. ഈ അടുത്ത് നമ്മൾ വായിച്ചിട്ടുണ്ടാകും, സ്വീഡനിൽ വളരെ വേദന കുറഞ്ഞ രൂപത്തിൽ ആത്മഹത്യ ചെയ്യാനുള്ള മെഷീനുകൾ കണ്ടെത്തിയതായ വാർത്തകൾ നമ്മൾ മലയാള പത്രങ്ങളിൽ പോലും വന്നിരുന്നു. അപ്പൊ ആ രൂപത്തിൽ ആത്മഹത്യകൾ വളരെ വ്യാപകമാകുന്ന ഒരവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മൾ ഈ പറയുന്ന വളരെ സന്തോഷകരമായ സ്വാതന്ത്ര്യത്തിന്റെ പറുദീസയിൽ ജീവിക്കുന്ന ആളുകൾ അങ്ങനെ ഭയങ്കര സന്തോഷത്തോടു കൂടി ഭയങ്കര സന്തോഷം ഉണ്ടെന്നാ പിന്നെ ആത്മഹത്യ ചെയ്യാം, ഇതാണോ സംഭവിക്കുക? മാത്രമല്ല, ഈ ആത്മഹത്യ മാത്രമല്ല, പിന്നെ ആന്റി ഡിപ്രസന്റുകൾ, വിഷാദ രോഗത്തിന് കഴിക്കുന്ന മരുന്നുകൾ, അതെടുത്ത് നോക്കിയാൽ നമ്മൾ ഈ കാണുന്ന അമേരിക്കയും അതുപോലെ തന്നെ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളും, നോർവേ, സ്വീഡൻ, ഡെൻമാർക്ക് പോലെയുള്ള രാജ്യങ്ങളുമൊക്കെ ആ ആന്റി ഡിപ്രസന്റുകൾ, വിഷാദ മരുന്നുകൾ കഴിക്കുന്ന വിഷയത്തിൽ വളരെയധികം മുന്നിലാണ് എന്ന കണക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും. അത് വളരെ കൃത്യമായ പഠനങ്ങൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. യൂറോപ്സ് മെന്റൽ ഹെൽത്ത് ക്രൈസിസ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയുള്ള ആളുകൾ ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിന്റെ നമുക്ക് ചെയ്യാൻ പറ്റുക, അല്ലെ? ആന്റി ഡിപ്രസന്റുകൾ ഉപയോഗിക്കുന്നത് വലിയ രൂപത്തിൽ കൂടുകയാണ്. അയർലൻഡിന്റെ കഥ എടുത്ത് നോക്കുക. 2000 ഉണ്ടായതിന് ഏകദേശം ഇരട്ടിയാണ് ഇപ്പോ അവിടെയുള്ള വിഷാദ രോഗത്തിന് മരുന്ന് കഴിക്കുന്ന ആളുകളുടെ അവസ്ഥ. സ്വീഡൻ, നോർവേ, അതുപോലെ തന്നെ ഫ്രാൻസ്, ബെൽജിയം, UK പോലെയുള്ള, ഫിൻലാൻഡ് പോലെയുള്ള നമ്മൾ ഈ പറയുന്ന എല്ലാ രാജ്യങ്ങളും ലിസ്റ്റിലുണ്ട്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രിയമുള്ളവരെ, നമ്മൾ ഈ പറയുന്ന സ്വാതന്ത്ര്യം അതുപോലെ തന്നെ അവകാശങ്ങൾ എന്നൊക്കെ പറയുന്ന ഈ പുറംമോടിയുടെ പിന്നാലെ പോയാൽ മനുഷ്യൻ ആത്യന്തികമായ സന്തോഷവും സമാധാനവും അല്ല കിട്ടുക. മറിച്ച് അവന് സന്തോഷവും സമാധാനവും കിട്ടുന്ന കുടുംബം അത് തകർന്ന് തരിപ്പണമായിക്കൊണ്ട്, ആ കുടുംബം എന്ന് പറയുന്ന യൂണിറ്റ് തരിപ്പണമായിക്കൊണ്ട് തകർന്നു പോയിക്കൊണ്ട് മനുഷ്യൻ വിഷാദത്തിലേക്കും ഡിപ്രഷനിലേക്കും ആങ്സൈറ്റിയിലേക്കും ഒക്കെ പോകുന്ന ഒരു അവസ്ഥയാണ് യൂറോപ്പിന്റെ യാഥാർത്ഥ്യം എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. അതുകൊണ്ട് ഇവിടെ ഒരു മനുഷ്യന്റെ സ്വാതന്ത്ര്യം, മനുഷ്യന്റെ അവകാശങ്ങൾ എന്ന ഒരു ചിന്ത അതിന്മേൽ കയറി പിടിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ആശയങ്ങളിലേക്ക് പോയി അവസാനം എന്താ ഉണ്ടായത്? ആത്മഹത്യകൾ വർദ്ധിക്കുന്ന, വിഷാദ രോഗം വളരെ കൂടിയ ഒരു സമൂഹമായി യൂറോപ്പ് മാറാനുള്ള കാരണം ആ പ്രദേശത്തിന്റെ എന്തെങ്കിലും പ്രത്യേകതയല്ല, മറിച്ച് അവരിലുള്ള ആശയം, അവളിൽ വളരെ പ്രിവാലന്റ് ആയിട്ടുള്ള ആശയം ലിബറലിസം ആണ് എന്നുള്ളത് കൊണ്ടാണെന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അവിടെയാണ് നമുക്ക് പറയാനുള്ളത്, ഓരോ വ്യക്തിക്കും ശരിയാണ്, വ്യക്തിക്ക് സ്വാതന്ത്ര്യമുണ്ട്, അവകാശങ്ങളുണ്ട്, പക്ഷെ അതിനൊക്കെ ചില അതിരുകളുണ്ട്, അതിനൊക്കെ ചില അതിർവരമ്പുകളുണ്ട്. ആ അതിർവരമ്പുകളെ മാനിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. ആ അതിരുകൾ, ആ അതിർവരമ്പുകൾ, ആ ശരിതെറ്റുകൾ നമുക്ക് പറഞ്ഞു തരേണ്ടത് നമ്മൾ ഓരോരുത്തരും മീറ്റിംഗ് കൂടിയിട്ടല്ല, പുരുഷന്മാരല്ല, സ്ത്രീയല്ല, അധികാരവർഗമുള്ള അല്ല, അതുപോലെ തന്നെ തൊഴിലാളികളോ മുതലാളികളോ ആരും അല്ല ഈ നിയമങ്ങൾ ഉണ്ടാക്കേണ്ടത്. മറിച്ച് സ്ത്രീയെയും പുരുഷനെയും സൃഷ്ടിച്ച, മുതലാളിയെയും തൊഴിലാളിയെയും സൃഷ്ടിച്ച, അധികാരവർഗത്തെയും പൗരന്മാരെയും എല്ലാ തരത്തിലുള്ള ആളുകളെയും സൃഷ്ടിച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും സൃഷ്ടിച്ച, നമ്മളെ ഏറ്റവും കൂടുതൽ അറിയുന്ന അല്ലാഹു ആയിരിക്കണം. ആ നമ്മൾ എങ്ങനെ ജീവിക്കണം, എവിടെയാണ് നമ്മുടെ അതിർവരമ്പുകൾ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് ഖുർആൻ പറഞ്ഞത്, ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദൻ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദാ. എന്നിൽ നിന്നുള്ള നേർമാർഗം, എന്നിൽ നിന്നുള്ള സന്മാർഗം നിങ്ങളിലേക്ക് വന്നുപെട്ടാൽ, അതായത് ഇന്ന കാര്യങ്ങൾ തെറ്റാണ്, ഇന്ന കാര്യങ്ങൾ ശരിയാണ്, ഇന്നത് ചെയ്യാൻ പാടില്ല, ഇന്ന വഴിക്ക് നിങ്ങൾ പോകാൻ പാടില്ല, ഇങ്ങനെയുള്ള നേർമാർഗം, സന്മാർഗം നിങ്ങളിലേക്ക് വന്നുപെട്ടാൽ, ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഫമൻ തബിഅ ഹുദായ, ആരതിനെ പിൻപറ്റിയോ, ആ നേർമാർഗത്തെ ചോദ്യം ചെയ്യാതെ ആര് പിൻപറ്റിയോ, ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് ഭയപ്പെടേണ്ടതില്ല, അവർക്ക് വ്യസനിക്കേണ്ടതില്ല. റബ്ബിന്റെ
മാർഗനിർദ്ദേശം, റബ്ബിന്റെ സന്മാർഗം അത് കിട്ടിയാൽ അതിന് സമർപ്പിക്കുന്നവരാവുക, അതിന് സബ്മിറ്റ് ചെയ്യുന്നവരാവുക എന്നതാണ് ഇതിനുള്ള പരിഹാരം. അതാണ് മനുഷ്യകുലത്തിന്, മനുഷ്യന്റെ സന്തോഷത്തിന് ഏറ്റവും അഭികാമ്യം എന്ന ഒരു കാര്യമാണ് ഈ ലിബറലിസം ലോകത്തോട് ചെയ്ത കണക്കുകൾ നമ്മളോട് സൂചിപ്പിക്കുന്നത്. ആ രൂപത്തിൽ ഇത്തരം കാര്യങ്ങളെ വളരെ ഗൗരവത്തോടു കൂടി തന്നെ മനസ്സിലാക്കുവാനും ചിന്തിക്കുവാനും ഇത്തരം പ്രവണതകൾ നമ്മളിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ കുട്ടികളിലേക്ക്, നമ്മുടെ സ്കൂളുകളിൽ, നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിലേക്ക് കടന്നു വരുന്നതിന് ഗൗരവപൂർവ്വം തന്നെ വീക്ഷിക്കുവാനും അതിനെതിരെ പ്രതികരിക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.